ഹായ് ഹലോ എമീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ അടിപൊളി ഒരു ന്യൂ ഇയർ ഓഫർ സെയിലുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ നേരുകയാണ്. അതിനോടൊപ്പം തന്നെ എല്ലാം അത്യാവശ്യം നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള ഫ്ലവറിങ് പ്ലാന്റിൻ്റെ തന്നെ കോംബോയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് നല്ല നാടൻ പെക്ടൂണിയയുടെ കോംബോയാണ്. അത് നമ്മൾ സ്റ്റാറും ഈ കാണുന്ന നോർമൽ ഷെയ്ഡ്സ് ഉണ്ടല്ലോ, വൈറ്റ്, പിങ്ക്, ലൈറ്റ് വയലറ്റ്, അങ്ങനെയുള്ളതും സ്റ്റാറും കൂടെ മിക്സ് ചെയ്തിട്ട് 5 പ്ലാന്റ് അല്ലെങ്കിൽ 3 പ്ലാന്റിൻ്റെ കോംബോ ആയിട്ടായിരിക്കും കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അതുപോലെ DTDC കൊറിയറും സ്പീഡ് പോസ്റ്റും അവൈലബിൾ ആണ്. DTDCയിൽ പോയി മേടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ മാത്രമേ സ്പീഡ് പോസ്റ്റിൽ ഓർഡർ ചെയ്യാവുള്ളൂ. അതൊന്ന് ആദ്യമേ പ്രത്യേകം പറഞ്ഞതാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. നമ്മൾ അത്യാവശ്യം എല്ലാം നല്ല പ്ലാൻസ് നോക്കിയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ആർക്കും മോശം പ്ലാൻസ് അയച്ചു തരത്തില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഓർഡർ ചെയ്ത ഉടനെ തന്നെ അഡ്രസ്സും കൂടി ഇടാനായിട്ട്, പേയ്മെൻറ്റ് ചെയ്ത ഉടനെ അഡ്രസ്സും കൂടി ഇടാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അത് മറന്നു പോകാതെ എല്ലാവരും ഒന്ന് ഇടുക. നമുക്ക് പ്ലാൻ സൈസ് മിനിമം എന്ന് വെച്ചാൽ ചെറിയ പ്ലാന്റ് എന്ന് വെച്ചാൽ ഈ ഒരു സൈസ് ഇപ്പോൾ കാണിച്ചതായിരിക്കും ചെറിയ സൈസ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ചില കളേഴ്സൊക്കെ നല്ല വലിയത് തന്നെയാണ് കേട്ടോ, നല്ലോണം ബ്രാഞ്ചസ് ആയത്. ചില കളേഴ്സ് ഈ സ്റ്റാർ എന്നൊക്കെ പറയുമ്പോൾ വളരെ സ്ലോ ഗ്രോത്താണ്, അതിനനുസരിച്ച് സൈസിന് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. 5 കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 500ഉം 3 കളേഴ്സ് 300ഉം ആയിരിക്കും റേറ്റ് വരുന്നത്. ഇതിങ്ങനെയാണ് നമ്മൾ പ്ലാന്റ്സ് പാക്ക് ചെയ്യുന്നത്. പെക്ടൂണിയൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് മണ്ണെടുത്ത് തന്നെ പാക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 5 3 പാക്ക് ചെയ്യുമ്പോൾ നല്ല പാക്കിംഗ് വെയിറ്റും വരുന്നുണ്ട് കേട്ടോ. അപ്പം റേറ്റും കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചിലവർ നമ്മളോട് പാക്കിങ് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അതും കൂടെ ഉൾപ്പെടുത്തിയത്. അടുത്തതായിട്ട് നമുക്ക് കൂഫിയ പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. കൂഫിയ നമുക്ക് വേറൊരു പ്ലാന്റും കൂടി ഉണ്ട്, ഒരു സിഗരറ്റ് കൂഫിയ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഫോട്ടോ കാണിക്കാൻ ഫ്ലവറിൻ്റെ ഇപ്പോൾ നമുക്കില്ല വീഡിയോയിൽ ഉൾപ്പെടുത്താൻ. അപ്പോൾ ആർക്കെങ്കിലും അതിൻ്റെ ഫോട്ടോസ് കാണണമെങ്കിൽ വാട്സപ്പ് ചെയ്യുമ്പോൾ അറിയിക്കുക കേട്ടോ. പിന്നെ നമുക്കല്ലാതെ ഈ വരുന്നത് 3 കൂഫിയയാണ്, 3 കളേഴ്സ്, വൈറ്റ്, അതുപോലെ പിങ്ക്, അതുപോലെ തന്നെ ലാവൻഡർ. അതും വിത്ത് ഫ്ലവേഴ്സ് തന്നെയായിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത്. ഇനി കൂടുതൽ എണ്ണം വേണ്ടവർ അങ്ങനെ അറിയിക്കുക കേട്ടോ. 3 കൊറിയർ ചാർജ് ഉൾപ്പെടെ 200 ആയിരിക്കും റേറ്റ്. അടുത്തതായിട്ട് നമുക്ക് ലൻഡാനയുടെ കോംബോയാണ് വരുന്നത്. അത്യാവശ്യം നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് തന്നെ നോക്കിയിട്ടേ അയക്കത്തുള്ളൂ. ഇത് നമ്മുടെ പുതിയ പ്ലാന്റ്സ് വലുതായി വരുന്നതാണ് കേട്ടോ. ഇതിലും ഇച്ചിരിയും കൂടെ വലിയ പ്ലാന്റ്സ് കറക്റ്റ് സൈസ് നിങ്ങൾക്ക് കാണിച്ചു തരാം അയക്കുന്നതിൻ്റെ. ഇപ്പോൾ ചിലതിന് സൈസ് ശകലം വ്യത്യാസം കാണും. എന്ന് വെച്ചാൽ യെല്ലോ ഒക്കെ പെട്ടെന്ന് ഗ്രോത്ത് ആവുന്നതാണ്, യെല്ലോ, റെഡ് അങ്ങനെയുള്ളതൊക്കെ. ബാക്കി ചെറുതായിട്ട് ഈ ഡബിൾ ഷെയ്ഡും പിങ്കും ഒക്കെ ഇച്ചിരി സ്ലോ ഗ്രോത്ത് ഉള്ളതാണ്. ഇത് കണ്ടില്ലേ, റെഡൊക്കെ ഇപ്പോൾ തന്നെ ബ്രാഞ്ചസ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിത് നിങ്ങൾക്ക് അയക്കാൻ എടുത്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ് തന്നെയാണ്. ഇങ്ങനെയാണ് പ്ലാന്റ് സൈസ് വരുന്നത്. നമുക്ക് 5 കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 300 ആയിരിക്കും കേട്ടോ റേറ്റ്. അതിൽ വൈറ്റും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ പെക്ടൂണിയയുടെ തന്നെയാണ് ഈ കാണിക്കുന്നത്. നമുക്ക് അത്യാവശ്യം ഓർഡർ കിട്ടിയാൽ അയക്കാനുള്ള പ്ലാന്റുകൾ നമുക്ക് ഉണ്ടിപ്പം. അപ്പം പെട്ടെന്ന് തന്നെ തീരും കേട്ടോ. അപ്പം ഓർഡർ തരുന്നവർ പെട്ടെന്ന് തരിക. ഇത് നമ്മൾ സീഡ് ഇട്ട് തന്നെ പിടിപ്പിച്ച പ്ലാന്റുകളാണ്, നാടൻ ടൈപ്പ് തന്നെയാണ്. ആർക്കും ഡൗട്ടില്ലാതെ തന്നെ പ്ലാന്റ്സ് മേടിക്കാം. അതുപോലെ കട്ടിങ്സ് വെച്ച് ഇപ്പോൾ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കട്ടിങ് എടുക്കാനും പറ്റും കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഡയാന്തസിൻ്റെ കോംബോ കാണാം. ഇങ്ങനെയാണ് നമുക്ക് ഡയാന്തസിൻ്റെ പ്ലാന്റുകൾ. അത്യാവശ്യം ബുഷി പ്ലാന്റ് തന്നെയാണ്. വിത്ത് ഫ്ലവറേ നമ്മൾ അയക്കത്തുള്ളൂ. വിത്ത് ഫ്ലവർ അയച്ചാലേ നമുക്കും കളർ അറിയാൻ പറ്റത്തുള്ളൂ. ഇത് നമ്മൾ 5 കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 300ഉം 10 കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 550ഉം ആയിരിക്കും റേറ്റ് വരുന്നത്. അപ്പം നല്ല കളേഴ്സും നല്ല ഷെയ്ഡ്സും തന്നെ നോക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. എപ്പോഴും ഫ്ലവർ കാണുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്, ഓൾ സീസണൽ പ്ലാന്റ് ആണ് ഇതെല്ലാം. ഈ കാണിച്ച എല്ലാ വെറൈറ്റിയും എല്ലാ സമയത്തും പൂക്കളുണ്ടാവുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കാം. അടുത്തതായിട്ട് നമുക്ക് അസീലിയയുടെ കോംബോയാണ് വരുന്നത്. അതും ഹൈബ്രിഡ് വെറൈറ്റിയാണ്, മൾട്ടി പെറ്റലാണ്. ഇത് വലിയ പ്ലാന്റിൽ നിന്ന് ഫ്ലവറായി നിൽക്കുന്നത് നോക്കിയിട്ട് നിങ്ങളെ കളേഴ്സ് കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. നമ്മൾ ഇതല്ല, നിങ്ങൾക്ക് ഈ സൈസ് അല്ല അയച്ചു തരുന്നത്. സൈസ് നമുക്ക് അവൈലബിൾ ആണ്, പക്ഷെ അത്യാവശ്യം 350ക്ക് മുകളിലോട്ട് റേറ്റുള്ള പ്ലാന്റുകളാണ് കേട്ടോ.
ഇതൊക്കെയാണ് നമുക്ക് കളേഴ്സ് വരുന്നത്. 5 കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 750 ആയിരിക്കും റേറ്റ് വരുന്നത്. പ്ലാന്റ് സൈസ് നിങ്ങളെ കാണിച്ചു തരാം. ഒരു കട്ടിങ്സ് എടുത്ത് അതൊന്ന് റൂട്ടാകണമെങ്കിൽ ഏകദേശം ഒരു 6 മാസമെങ്കിലും എടുക്കും. അപ്പോൾ നിങ്ങൾ നമ്മുടെ എഫോർട്ടും കൂടി ഒന്ന് മനസ്സിലാക്കി ഓർഡർ ചെയ്യുക കേട്ടോ. ഇങ്ങനെയാണ് അസീലിയയുടെ പ്ലാന്റ് സൈസ് വരുന്നത്. നമ്മൾ ലീഫ് നോക്കിയിട്ടായിരിക്കും അയക്കുന്നത്. അടുത്തത് നമുക്ക് 3 കളറ് ഈ കാണുന്ന പോയിൻസെറ്റിയ പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പം നമുക്കറിയാം ഈ ഒരു ടൈം ഇതിൻ്റെയൊക്കെ സമയമാണ്. നമുക്ക് നല്ല ഡാർക്ക് പിങ്ക്, അതുപോലെ തന്നെ ലൈറ്റ് പിങ്ക് വരുന്നുണ്ട്, പിന്നെ റെഡ് വരുന്നുണ്ട്, വൈറ്റ് വരുന്നുണ്ട്. അങ്ങനെ 4 ഷെയ്ഡ്സ് വരുന്നുണ്ട്. നമ്മൾ 4 എണ്ണം വേണ്ടവർ അങ്ങനെ ഓർഡർ ചെയ്യുമ്പോൾ ഒന്ന് പറയുക. 3 എണ്ണം വേണ്ടവർ അങ്ങനെയൊന്ന് പ്രത്യേകം ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. നമ്മൾ 3 എണ്ണം കൊറിയർ ചാർജ് ഉൾപ്പെടെ നിങ്ങൾക്ക് അയച്ചു തരുന്നത് 750 വളരെ നമ്മൾ വില കുറച്ച് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് തരുന്നത്. ഇത് നിങ്ങൾക്കറിയാം എല്ലായിടത്തും അത്യാവശ്യം 250 മുകളിലോട്ട് തന്നെ റേറ്റുള്ള ഒരു ചെടിയാണ്. ചില വെറൈറ്റി 300-നും 350-നും അങ്ങനെയൊക്കെയാണ്. നമ്മളത് അന്വേഷിച്ച് അത്യാവശ്യം നിങ്ങൾക്ക് റേറ്റ് കുറച്ചിട്ട് തന്നെയാണ് എല്ലാ പ്ലാന്റ്സിൻ്റെയും കോംബോ ചെയ്തിരിക്കുന്നത്. നമ്മളിത് 3 കളേഴ്സ് അത് നിങ്ങൾക്ക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വേണ്ടവർ ഒരു പ്ലാന്റ് 240 ആയിരിക്കും റേറ്റ് വരുന്നത്. 240 പ്ലസ് കൊറിയർ ചാർജ് ആയിരിക്കും റേറ്റ് വരുന്നത്. 3 എണ്ണം കോംബോ വരുന്നത് കൊറിയർ ചാർജ് ഉൾപ്പെടെ 750 ആയിരിക്കും. നമ്മൾ കേരളത്തിൻ്റെ അകത്തുള്ള ഒരു റേറ്റാണ്. നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. നമ്മൾ എന്തായാലും പ്ലാന്റ്സ് എടുത്തുകൊണ്ട് വരുമ്പോൾ തന്നെ നല്ല അതിൽ നിന്നും അവിടെ ഇരിക്കുന്നതിൽ നിന്നും നല്ലത് നോക്കിയിട്ട് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം നിങ്ങൾ അത്യാവശ്യം നല്ല റേറ്റിനാണ് ഓരോ പ്ലാന്റ്സ് മേടിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ അതുപോലെ അത് നോക്കിയിട്ട് നല്ല പ്ലാന്റ്സ് നോക്കിയിട്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. മേടിച്ചവർക്കൊക്കെ അതറിയാം. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ പോയിൻസെറ്റിയയുടെ പ്ലാന്റ്സും പ്ലാന്റ് സൈസും വരുന്നത്. നിങ്ങൾക്കിത് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ മേടിച്ച ബ്രാഞ്ചസ് ആകുമ്പോൾ കട്ടിങ്സ് വെച്ച് പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളൊരു ഡിസംബറിന് മുമ്പായിട്ടൊരു കറക്റ്റ് ടൈമിലെന്ന് പറയുവാണെങ്കിൽ ഒരു ജൂലൈ ആ ഒരു സമയത്ത് നിങ്ങൾക്കിതിൻ്റെ കട്ടിങ് എടുത്ത് വെച്ച് വേര് പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നമുക്ക് നാടൻ ഡാലിയ ഇപ്പോൾ അവൈലബിൾ ആണ്. നല്ല കിഴങ്ങുകളുണ്ടാവുന്ന ഡാലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഇത് നമ്മൾ കട്ടിങ്സ് വെച്ച് പിടിപ്പിച്ചതാണ്. നിങ്ങൾക്ക് 3 പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 300-ഉം 5 പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 500-നുമായിരിക്കും നമ്മൾ അയച്ചു തരുന്നത്. അത്യാവശ്യം നല്ല പ്ലാന്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് അയക്കത്തുള്ളൂ. മേടിച്ചവർക്കെല്ലാം അറിയാം. അതുപോലെ ആരും കളർ സെലക്ട് ചെയ്തിട്ട് ഇന്ന കളർ വേണമെന്ന് നമ്മുടെ അടുത്ത് പറയരുത് കേട്ടോ. അങ്ങനെ പറയുമ്പോൾ നമുക്കും അതൊരു ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ ഒത്തിരി ഓർഡേഴ്സ് വരുന്നത് കൊണ്ട് തന്നെ ഓരോ കളറ് സെലക്ട് ചെയ്ത് അയക്കാൻ പാടാ. ചിലതിനൊക്കെ മുട്ടാകാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ എന്തായാലും നിങ്ങൾക്ക് ലീഫും സ്റ്റെമ്മും ഒക്കെ നോക്കിയിട്ട് ഡിഫറെൻറ്റ് കളേഴ്സ് തന്നെ അയച്ചു തരാനായിട്ട് ശ്രദ്ധിക്കത്തുള്ളൂ കേട്ടോ. ചിലതിനൊക്കെ മുട്ടായി നിൽക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. നമ്മുടെ അത്യാവശ്യം ചിലതിനൊക്കെ ബ്രാഞ്ചസ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു 2, 2.5, 3 അടിയോളം ഹൈറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇത് അടുത്തതായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചൈനീസ് ബോൾസം നമ്മൾ എല്ലാ വീഡിയോയിലും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ എല്ലാവരും നമ്മളോട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ വീഡിയോയിലും ചൈനീസ് ബോൾസം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് നല്ല വെറൈറ്റി ഷെയ്ഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാനതുപോലെ ഇതിൽ നടേണ്ട രീതിയെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. പോട്ടി മിക്സും കട്ടിങ്സ് എടുക്കേണ്ടത് എങ്ങനെയാണെന്നും അതുപോലെ ഇത് കണ്ടോ പ്ലാന്റ് സൈസും എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഓരോ കളേഴ്സിനും ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട് സൈസിന്. വെരിഗേറ്റഡൊക്കെ പെട്ടെന്ന് ഗ്രോത്ത് ആവുന്ന ഒരു ഇത് തന്നെയാണ്, കളേഴ്സ് തന്നെയാണ് കേട്ടോ. 4 വെരിഗേറ്റഡ് ആണ് വരുന്നത്. പിങ്ക്, ഡാർക്ക് മജന്ത വരുന്നുണ്ട്, ഓറഞ്ച്, വൈറ്റ് 4 വെരിഗേറ്റഡ് ആയിരിക്കും വരുന്നത്. ഇത് ഓറഞ്ച് വെരിഗേറ്റഡ് ആണ് കേട്ടോ. അങ്ങനെയാണ് വെരിഗേറ്റഡിൻ്റെ വരുന്നത്. പിന്നെ ഡബിൾ ഷെയ്ഡ്സ് ഒരു 6-7 കളേഴ്സോളം ഡബിൾ ഷെയ്ഡ്സ് വരുന്നുണ്ട്. സിംഗിൾ ഷെയ്ഡ്സ് അതുപോലെ തന്നെ ഒരു 7-8 കളേഴ്സ് വരുന്നുണ്ട്. മൊത്തത്തിൽ നമുക്ക് 15 കളറ് അവൈലബിൾ ആണ് കേട്ടോ. 15 കളറ്. ആർക്കെങ്കിലും 15 കളറ് വേണമെങ്കിൽ നമ്മൾ അയക്കുക. വലിയ പ്ലാന്റ്സ് ഈ കാണുന്ന വലിയ പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. മിനിമം 3 ബ്രാഞ്ചസ് എങ്കിലും വലിയ പ്ലാന്റിന് കാണും. അപ്പം നമ്മൾ 15 വേണ്ടവർ അങ്ങനെ ഓർഡർ ചെയ്യുക. അല്ലെങ്കിൽ 10 എണ്ണം കൊറിയർ ചാർജ് ഉൾപ്പെടെ നിങ്ങൾക്ക് അയച്ചു തരുന്നത്
ചെറിയൊരു റേറ്റ് വ്യത്യാസമുണ്ട്. ഇച്ചിരിയും കൂടെ ഞാൻ റേറ്റ് കുറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ഇത്രയും 10 പാക്ക് ചെയ്യുമ്പോൾ ഏകദേശം 2.5 കിലോ വെയിറ്റ് വരുന്നുണ്ട്. 2.5 കിലോ എന്ന് പറയുമ്പോൾ 3 കിലോയുടെ ചാർജ് അവർ എടുക്കുന്നുണ്ട്. അപ്പം 10 കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 750 കേട്ടോ ഇപ്രാവശ്യം നിങ്ങൾക്ക് തരുന്നത്. അല്ലെങ്കിൽ ഞാൻ 800 കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെറുതായിട്ട് ഒന്ന് റേറ്റിന് കുറവ് വരുത്തിയതാണ് കേട്ടോ. നമുക്ക് വലിയ ലാഭമൊന്നുമില്ല. ഒരു പ്ലാന്റിന് 60 രൂപ ഈ ഒരു സൈസ് അത്രേ കിട്ടാനായിട്ടുള്ളൂ. അപ്പം അങ്ങനെയായിരിക്കും 10 പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. അതുപോലെ 5 പ്ലാന്റ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 400 ആയിരിക്കും റേറ്റ് വരുന്നത്. എല്ലാം നമ്മൾ നല്ല പ്ലാന്റ് നോക്കിയിട്ട് അയക്കത്തുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും കളേഴ്സ് ഉള്ളതാണെങ്കിൽ വാട്സപ്പ് ചെയ്യുമ്പോൾ ഇട്ട് തന്നാൽ നമ്മളത് ഒഴിവാക്കിയിട്ട് അയക്കുന്നതായിരിക്കും. നമുക്ക് ലീഫും തണ്ടും ഒക്കെ കണ്ടാൽ ഏത് കളറാണെന്ന് കറക്റ്റ് പറയാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഡിഫറെൻ്റ് ആയിട്ടുള്ളത് തന്നെ നമ്മൾ അയച്ചു തരത്തുള്ളൂ. ഇപ്പോൾ കാണിച്ചത് ചെറിയ പ്ലാന്റിൻ്റെ പ്ലാന്റ് സൈസാണ്. ഇതാണ് കേട്ടോ, നമുക്ക് ചെറിയ പ്ലാന്റും അവൈലബിൾ ആണ്. ഇപ്പം ചെറിയ പ്ലാന്റാണിത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുമ്പോൾ കൂടുതൽ ചോദിച്ചാൽ മതി. നമ്മളത് ആ ടൈമിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ വലിയ പ്ലാന്റ് മേടിക്കുന്നവർ കട്ടിങ്ങും കൂടി ഒന്ന് എടുത്ത് പിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കട്ടിങ് വയ്ക്കുമ്പോൾ മണലിൽ തന്നെ, ചിലവർ മണൽ ഇല്ലാത്തവരുണ്ട്. അങ്ങനെയുള്ളവർ ചകിരിച്ചോറ് ജിഫിയിലോ അല്ലെങ്കിൽ ചകിരിച്ചോറിൽ വെച്ച് പിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക. കട്ടിങ് വയ്ക്കുമ്പോൾ വളം ഇടാതിരിക്കുക കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണൽ, മണ്ണ്, ചാണകപ്പൊടി ആയിരിക്കും. നല്ല ഉണങ്ങിയ ചാണകപ്പൊടി എടുക്കാവുള്ളൂ. അപ്പം മണലില്ലാത്തവർ നമുക്ക് ചകിരിച്ചോറ് ഇച്ചിരി എടുക്കാവുന്നതാണ് കേട്ടോ. ഇതെല്ലാത്തിൻ്റെയും ജസ്റ്റ് കളേഴ്സ് ഞാനൊന്ന് എടുത്ത് കാണിക്കുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ വെരിഗേറ്റഡ് വരുന്നത്, ചിലതിനൊക്കെ നല്ല കളർ വ്യത്യാസം, കളറല്ല സൈസ് വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇത് ഓറഞ്ചാണ് ഈ കളർ വരുന്നത്. അങ്ങനെ നമുക്ക് എല്ലാം നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനിയിപ്പം വാട്സപ്പ് ചെയ്യാൻ അറിയാത്തവരായിട്ടുണ്ടെങ്കിൽ കോൾ ചെയ്യുമ്പോൾ ചോദിക്കുക. ഇതാണ് ചെറിയ പ്ലാന്റിൻ്റെ പ്ലാന്റ് സൈസ്. ചെറിയ പ്ലാന്റിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ല. ചെറിയ പ്ലാന്റ് ഇത് കണ്ടില്ലേ, റൂട്ടൊക്കെ വെളിയിലോട്ട് വന്നതാണ്. ജിഫി സൈസല്ല, അതിനേക്കാളും അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ നമുക്ക് റേറ്റ് വരുന്നത് 10 കളേഴ്സ് ചെറിയ പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 450 ആയിരിക്കും. ഇതാണ് ചെറിയ പ്ലാന്റിൻ്റെ സൈസ്. എടുത്ത് കാണിക്കുന്നുണ്ട് മിക്കതും. ഇത് കണ്ടില്ലേ, ഇതാണ് കേട്ടോ. റൂട്ടൊക്കെ അത്യാവശ്യം കവറിൻ്റെ വെളിയിൽ കൂടെ വരാൻ തുടങ്ങി.